മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനും 101-ാമത്തെ പാട്ടിൻ്റെ രചയിതാവുമായ അഭിവന്യ സറാഫീൻ തിരുമേനി, നമ്മുടെ ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ അപ്രേം തിരുമേനി, വികാരി ജനറൽ KV തോമസ് അച്ഛൻ, KV ചെറിയാനച്ഛൻ, അതുപോലെ തന്നെ ഡാനിയൽ തോമസ് അച്ഛൻ, സഭാ സെക്രട്ടറി ABT മാമനച്ഛൻ, ഭദ്രാസന സെക്രട്ടറി ബേബി ജോണച്ചൻ, ഇതിൻ്റെ കൺവീനർ വർഗീസ് ജോണച്ചൻ, ട്രഷറർ ബിനു രാജൻ, കൗൺസിൽ അംഗങ്ങൾ, എൻ്റെ സഹോദര വൈദികർ, പ്രത്യേകിച്ച് ഈ തലമുറയിലെ ഏറ്റവും മുതിർന്ന വൈദികനും ഞങ്ങളുടെ ഒക്കെ മാതൃകയും ആവേശവുമായിരിക്കുന്ന പ്രിയപ്പെട്ട PN അലക്സാണ്ടർ അച്ഛൻ, വളരെ താല്പര്യത്തോടുകൂടെ ദൈവവചനം കേൾക്കുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസ സമൂഹമേ, ഗായക സംഘ അംഗങ്ങളെ ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. എൻ്റെ നെഞ്ചിടിക്കുന്നു, എൻ്റെ വശം കെട്ടിരിക്കുന്നു. കാരണം 2-3 തിരുമേനിമാരുടെ സാന്നിധ്യത്തിൽ ഏതാണ്ട് 15 മിനിറ്റ് 8:30 പ്രസംഗം തീർക്കണമെന്നാണ് നേരത്തെ ലഭിച്ച നിർദ്ദേശം. അതുകൊണ്ട് ഇതെങ്ങനെ തീർക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും ഞാൻ പരിശ്രമിക്കാം. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19, 20 മുതലുള്ള വാക്യങ്ങൾ. നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിലെപ്പോഴും അവയെ ഓർത്ത് ഉരുകിയിരിക്കുന്നു. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതും ആകുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു പുതുവർഷത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുന്നല്ലോ. പുതിയ കൃപകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ ആരും ഒറ്റയ്ക്കല്ലല്ലോ, ദൈവം ഞങ്ങളോടൊപ്പമുണ്ടല്ലോ. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി ഞങ്ങളെ ഓർപ്പിച്ചത് മറ്റുള്ളവർക്ക് തുണയായിരിക്കുവാനാണ്. ദൈവരാജ്യ ദർശനം അതാണല്ലോ. വചനം കേട്ട് ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അടിൻ്റെ വായിലെ വാക്കുകൾ, നിൻ്റെ മക്കളുടെ ഹൃദയത്തിലെ ചിന്തകൾ അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. ഒരു പുതുവർഷത്തിൻ്റെ ഒരു ആഴ്ച നാം പിന്നിട്ടു. 2025 സങ്കീർണതകളുടെ ഒരു വർഷമായിരുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു, സ്ത്രീകൾ പലായനം ചെയ്ത സാഹചര്യം. ഉക്രൈൻ, നൈജീരിയ, മണിപ്പൂർ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഉയർന്ന നിലവിളികൾ നാം എത്രമാത്രം ഗൗരവമായിട്ട് കണ്ടു എന്നത് ശ്രദ്ധേയമാണ്. 2025 ക്രിസ്മസ് ക്രിസ്തു ജനനം സമാധാനത്തിൻ്റെ ഒരടയാളമാണ്. പക്ഷേ വെറുപ്പിൻ്റെ കാലഘട്ടത്തിലെ ഒരു ക്രിസ്മസാണ് നാം ആഘോഷിച്ചത് എന്ന് നമുക്കറിയാം. ലോകം വളരെ അധികം വികസിച്ചു വളർന്നുകൊണ്ട് ഇരിക്കുന്നു. അടുത്ത 25 വർഷം ഇമാജിൻ ചെയ്യാത്ത വിധത്തിലുള്ള വികസനം. വിരൽ തുമ്പിൻ്റെ നേർത്ത സ്പർശത്തിൽ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളം കയ്യിൽ ഒഴുകി ഇറങ്ങുന്ന ഒരു കാലം. അറിവിൻ്റെ മേഖല വളരെ വർദ്ധിച്ചു. കഴിഞ്ഞ 2 സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ലോകം നടന്ന ദൂരം വെറും 4 നൂറ്റാണ്ട് കൊണ്ട് നാം ഓടി തീർത്തിരിക്കുന്നു. യുവതലമുറയെക്കുറിച്ച് പറയുന്നത് എ ബ്രില്യൻ ജനറേഷൻ, ബുദ്ധിയുള്ള അറിവുള്ള ഒരു തലമുറ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാട്ടിൽ
യുവ തലമുറ ഇല്ലാതെ പോകുന്ന ഒരു കാഴ്ച. സക്കറിയ എന്ന് പറയുന്ന എഴുത്തുകാരൻ ചോദിച്ച ചോദ്യമാണ്, ആര് ഉണ്ട് ഇവിടെ? കേരളം വൃദ്ധജനങ്ങളുടെ നാടായി മാറിയിരിക്കുന്നു. ചെറുപ്പക്കാർ വിദേശത്തെ, കുട്ടികൾ നാട്ടിലില്ല, കുട്ടികളില്ല. കൊടിയ ഏകാന്തത. 1000 പേരോട് ചേർന്ന് നിൽക്കുമ്പോഴും അകതാരിൽ നാം അനാഥരാണ്, അതൊരു സത്യമാണ്. സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ആത്മാവിൻ്റെ അവയവങ്ങൾ ആയി മാറിയിരിക്കുന്നു. പുതുവർഷത്തിൽ മനോരമയിലെ ആദ്യത്തെ ക്യാപ്ഷൻ ഉന്നാവിലെ പെൺകുട്ടിയുടെ നിലവിളിയായിരുന്നു, പുതുവർഷമേ നീതി നടത്തിത്തരുമോ. ആത്മസംഘർഷങ്ങളുടെ ഒരു കാലത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ചിലപ്പോൾ തോന്നിപ്പോകും, ദൈവമേ നീ ഞങ്ങളെ കൈവിട്ടു. സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? നീ ഞങ്ങളെ മറന്നു കളഞ്ഞിരിക്കുന്നു. ലോകം നിലവിളിക്കുമ്പോൾ നമുക്ക് ദൈവവചനം നൽകുന്ന പ്രത്യാശ, അതാണ് വിലാപങ്ങളുടെ പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ലമെന്റിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ക്രൈസിസ്. തകർച്ചയുടെ വക്കിൽ ഉയരുന്ന നിലവിളി, അതിൻ്റെ പ്രതിവിധി എന്ത്? എവിടെയോ ഞാൻ വായിച്ചു, ലമെന്റിങ് ഇസ് എ ടൂൾ ഓഫ് മിഷൻ. അതായത് ഒരു ദർശനത്തിൻ്റെ ഉപകരണമാണ്, അടയാളമാണ് മരണം എന്ന് നിലവിളി എന്ന് പറയുന്നത്. എല്ലാ നിലവിളികളിലും ഒരു നിയോഗമുണ്ട്. യേശു കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരുടെ അരികിൽ നിന്ന് ഉയർന്ന നിലവിളി, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ആ ഒറ്റപ്പെട്ടവൻ്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ നിലവിളി കർത്താവ് കേട്ടു. കൂടെ ചേർത്ത് കർത്താവിനോട് ഒരുമിച്ച് കുരിശിലേക്ക്, യെരൂശലേമിലേക്ക് യാത്ര പോകുന്ന ആ അന്ധനായ മനുഷ്യനെ നമുക്ക് അറിയാം. ഞാൻ വായിച്ച വേദഭാഗം, വിലാപങ്ങളുടെ പുസ്തകം, യിരെമ്യാവാണ് ഇതിൻ്റെ രചയിതാവ്. യിരെമ്യാവിനെ കുറിച്ച് പറയുന്നു, എ വീപ്പിംഗ് പ്രോഫറ്റ്. വിലാപം എന്ന് പറയുന്നത് എബ്രായ കാനൂനിൽ എക്ക എന്ന നാമമാണ്. ഇതിൻ്റെ അർത്ഥം അയ്യോ, എല്ലാ പിടിവള്ളിയും കയ്യിൽ നിന്ന് പോയി, ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത. കഠിനമായ നൊമ്പരത്തിൻ്റെ നടുവിൽ ഉയരുന്ന വേദനയുടെ പ്രതീകമാണ് നിലവിളി. ഇത് മനസ്സിൻ്റെ ഒരു പ്രതിരോധമാണ്. ഈ നിലവിളി ഒരു പ്രതിഷേധമാണ്. ആരും കാണുന്നില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഉറക്കെ നിലവിളിക്കുന്നു. ചില നിലവിളികളൊക്കെ നിസ്സംഗതയാണ്. നിലവിളിച്ചാൽ നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല. ഇവിടെ പ്രവാചകൻ വിലപിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ ദയ എന്നും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് പ്രവാചകൻ നിലവിളിക്കുന്നത്? എന്തിന് നിലവിളിക്കുന്നു? ഒന്ന് പറയുന്നത് യെരൂശലേമിൻ്റെ തകർച്ചയാണ്. അവരുടെ ദേവാലയം തകർക്കപ്പെട്ടു. അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു ദൈവാലയം, അത് തകർക്കപ്പെട്ടു. 2, ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ ജനത ചിതറിക്കപ്പെടുകയാണ്. ഒരുപക്ഷെങ്കിൽ അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയാണ്. സാമ്പത്തിക മേഖലകളിലെ തകർച്ച, സമ്പന്നതയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനത, മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ മാത്രം ജീവിക്കുന്ന മത നേതൃത്വം, ഒരു തരത്തിലുള്ള പരീശ ഭക്തി ഈ ജനതയുടെ ഇടയിൽ വർദ്ധിച്ചു വരികയാണ്. ദൈവത്തോട് ഉടമ്പടി ചെയ്ത ജനത ദൈവത്തെ മറന്നുകളഞ്ഞു, ദൈവത്തിൽ നിന്ന് അന്യപ്പെടുകയാണ്. ഒരുപക്ഷെങ്കിൽ മനുഷ്യൻ അടുത്തായിരിക്കും, ഹൃദയം വളരെ അകലെയാണ്. ഇത് കണ്ട് പ്രവാചകൻ നിലവിളിക്കുകയാണ്, എ ഹ്യൂമൻ വൾണറബിലിറ്റി, ഹെൽപ്ലെസ്നെസ്. എല്ലാം പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ നിലവിളിക്കുകയാണ്, എ വോയിസ് ഓഫ് ദ വിക്ടിംസ്. ഇരയാക്കപ്പെട്ടവരുടെ ഒരു നിലവിളിയാണ് പ്രവാചകൻ ഇവിടെ ഉയർത്തുന്നത്. മനുഷ്യൻ നിസ്സഹായനാകും. നിസ്സഹായതയിൽ ഉയർത്തുന്ന ചില നിലവിളികൾ,
അതാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 3 കൊച്ചു ചിന്തകൾ പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1, അതിജീവന വഴികളിൽ പ്രവാചകൻ ഉയർത്തുന്ന പ്രാർത്ഥന. നിന്റെ ശബ്ദം ഉയരട്ടെ. ഈ പ്രതിസന്ധിയിൽ, ഈ വിഷമ സാഹചര്യത്തിൽ നിന്റെ ശബ്ദം ഉയരട്ടെ എന്ന് പറയുന്നു. യെരുശലേം ദേവാലയവും നഗരവും ബാബിലോൺ സാമ്രാജ്യ ശക്തിയാൽ നശിപ്പിക്കപ്പെട്ടു. സമർത്ഥന്മാർ പിടിക്കപ്പെട്ടു. ദൈവ നിഷേധത്തിൻ്റെ ഫലം തകർച്ചയാണ്. അവിടെ ഒന്നു മാത്രമേ ഉള്ളൂ. സൈന്യം കൊണ്ടോ ശക്തി കൊണ്ടോ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അവിടെ പ്രവാചകൻ പറയുകയാണ്, നിനക്ക് തന്നെ സ്വസ്ഥത നൽകാതെ ഉറക്കെ നിന്റെ ദൈവത്തോട് നിലവിളിക്കുക. നിന്റെ ഹൃദയം വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരുക. പ്രാർത്ഥനയുടെ ശബ്ദം നിന്നിൽ നിന്ന് ഉരുവിടട്ടെ, നിന്നിൽ നിന്ന് ഉയരട്ടെ എന്ന് പ്രവാചകൻ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിഷമ സാഹചര്യങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിരവധി വിശ്വാസവീരന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോശയുടെ പ്രാർത്ഥന, ഈ ജനതയുടെ തെറ്റിയ ക്രമം, ജീവിത രീതി കണ്ടിട്ട് മോശ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ മോശയുടെ കൈ തളർന്നു പോകുന്ന, കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ചില ബലഹീനതകൾ നേരിടുമ്പോൾ മോശയുടെ കരം ഉയർത്തി അഹറോൻ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദാനിയേലിൻ്റെ പ്രാർത്ഥന, 3 നേരം കിളിവാതിലുകൾ തുറന്നിട്ട് യെരുശലേമിന് നേരെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ യേശു കർത്താവിൻ്റെ ഗത്സമനയിലെ പ്രാർത്ഥന. ഒരുപക്ഷെ തൻ്റെ ഹിതം നിറവേറ്റുവാനല്ല, പിന്നെയോ ദൈവഹിതം നിറവേറ്റുവാനുള്ള പ്രാർത്ഥന. വിശുദ്ധ പൗലൂസിൻ്റെ പ്രാർത്ഥന എന്ത് എന്ന് ചോദിച്ചാൽ, എന്നെ ശക്തനാക്കുന്ന ദൈവം സകലത്തിലും മതിയായവൻ എന്ന ദർശനം കണ്ടെത്തുന്ന പ്രാർത്ഥന. യെരുശലേമിൽ വിലാപ മതിൽ എന്ന ഒരു മതിലുണ്ട്. ദുഃഖിക്കുന്നവർ, വേദനിക്കുന്നവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഇടമാണ്. ഒരുപക്ഷെങ്കിൽ യിരെമ്യാവ് പറയുന്നത്, ഈ വിലാപ മതിലിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി ഉറക്കെ നിലവിളിക്കുക, നിങ്ങളുടെ നിലവിളി ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട യുവാവിന് അന്നത്തെ ആ ഗ്രാമം നൽകിയ ശിക്ഷ, രാത്രി മുഴുവനും കഴുത്തറ്റ വെള്ളത്തിൽ നിൽക്കുക. രാവിലെ കണ്ണുകളടച്ച് വെള്ളത്തിൽ നിൽക്കുന്ന യുവാവിനെ കണ്ട് എല്ലാവരും അതിശയിച്ചു. ചോദിക്കുകയാണ്, ഇതെങ്ങനെ? അദ്ദേഹം പറയുകയാണ്, ദൂരെ ഒരു വിളക്കിൻ്റെ നാളം ഞാൻ കണ്ടു, അത് മാത്രം ശ്രദ്ധിച്ചു, ആ വെളിച്ചത്തെ മാത്രം ശ്രദ്ധിച്ചു, അതുകൊണ്ട് മരണം സംഭവിച്ചില്ല. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, നമ്മുടെ പ്രാർത്ഥനകൾ വെറും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കരുത്. ഉയരത്തിലെ ദൈവ സാന്നിധ്യം, ദൈവകൃപയുടെ അടയാളമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ മാറണം. ഡോക്ടർ തോമസ് മാത്യു പ്രശസ്ത നെഫ്രോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവത്തോട് പറയുന്നത്, ഒരു രോഗി എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവമാണെന്ന്, ഞാനൊരു രോഗിയല്ല ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന് കരുതുവാൻ കഴിയുന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം ഓരോ ദിവസവും ചൊല്ലി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇരുട്ടിൽ സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന, അതിനു മുമ്പ് മനുഷ്യൻ നടത്തുന്ന ഒരു നിലവിളിയാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ആഴമുള്ളതാണോ, നൊമ്പരമുള്ളതാണോ, ഹൃദയത്തെ തട്ടുന്നതാണോ, ദൈവത്തെ കണ്ടെത്തുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. രണ്ടാമത്, ഈ വേദഭാഗം യിരെമ്യാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യാശയിലേക്ക് നയിക്കുന്ന ചില ഓർമ്മകൾ. ഓർമ്മ പഴയ നിയമ പുസ്തകത്തിലെ ശക്തമായ ഒരു സന്ദേശമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതുപോലെ തന്നെ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഓർക്കുന്നത് എന്ത്? 40 സംവത്സരം മരുഭൂമിയിൽ നടന്നത് നീ ഓർക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന്
നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മഞ്ഞുകൊണ്ട് നിന്നെ പോഷിപ്പിച്ചത്. നീ ധരിച്ച വസ്ത്രം ജീർണിച്ചില്ല, നീ ധരിച്ച ചെരുപ്പ് കീറിയില്ല, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടില്ല എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഓർമ്മകൾ എപ്പോഴും വേദനപ്പെടുത്തുന്നതാണ്. നമ്മുടെ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നതാണ് ചില ഓർമ്മകൾ. ആ ഓർമ്മകൾ സമർപ്പണത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒന്ന്, ഓർമ്മ കൃപയുടെ പങ്കിടലാണ്. വിശുദ്ധ പൗലോസ് പറയുന്നു, ഒരു പക്ഷെങ്കിൽ അദ്ദേഹം രോഗബാധിതനായി തീർന്നപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു, എൻ്റെ ശരീരത്തിലെ ബലഹീനതയൊന്ന് മാറ്റിത്തരണമേ. അദ്ദേഹം അതിനുശേഷം പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. കൃപയുടെ പങ്കിടലാണ് ഓർമ്മ എന്ന് പറയുന്നത്. ആ പൗലോസ് തന്നെ പറയുകയാണ്, എങ്കിലും ഞാൻ ആകുന്നത് കൃപയാൽ ആകുന്നു. അതുപോലെ തന്നെ 2, ഓർമ്മ മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് നൽകുന്നതാണ്, തളർന്നിരിക്കാനല്ല. ഓർമ്മകൾ ഈ മതിൽ ചാടിക്കടക്കുവാനുള്ള ബലം എനിക്ക് തരും എന്നതാണ് ചില നല്ല ഓർമ്മകൾ നമ്മെ സഹായിക്കുന്നത്. 3, ഓർമ്മ മാറായെ മധുരമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ദർശനമാണ് ഓർമ്മകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ജനതയോട് പ്രവാചകൻ പറയുന്നത്, നീ ഓർക്കണം. പഴയ നിയമ ചിന്തയിൽ ഓർമ്മ എന്ത് എന്ന് ചോദിച്ചാൽ നടത്തിയ വഴികളും വിധങ്ങളും നീ ഓർക്കണം. ജീവിതം ഒരു അഭിഷേകം. താൻ കടന്നുപോയ കാലത്തെയും താൻ കണ്ടുമുട്ടിയവരും തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചവരുമായ മഹത്തുക്കളെയും സാധാരണക്കാരെയും കുറിച്ചുള്ള ഓർമ്മകൾ അത്രേ അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനി ജീവിതം ഒരു അഭിഷേകമായി എഴുതി നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുള്ളത്. ഓർമ്മ അത് നിർജീവതയിലേക്ക് നയിക്കുന്നതല്ല, പിന്നെയോ സജീവമായ ഒരു ജീവിത ദർശനത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, എത്രയെത്ര ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ ഓർമ്മ തലമുറയ്ക്ക് കൈമാറുവാനും ദൈവകൃപ പങ്കിടുവാനും നമുക്ക് സാധിക്കണം. 3, പ്രവാചകൻ പറയുന്നു, റീകൺസ്ട്രക്ട് യുവർ ഫെയ്ത്ത് ഇൻ ഗോഡ്. നിന്റെ വിശ്വാസം, നീ അടങ്ങിയിരിക്കരുത്. ഓരോ ദിനവും നിനക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നൽകുന്നു. ആ ദൈവകൃപ നീ പ്രാപിക്കുമ്പോൾ ഇന്നലെ നീ സ്വീകരിച്ച ഒരു വിശ്വാസം, അതിനപ്പുറത്ത് നിന്റെ വിശ്വാസം കൂടെ ശക്തമായി തീരണം എന്ന് പ്രവാചകൻ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേശം മടക്കി നൽകുന്ന, ശുഭകാലം തിരികെ തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. വീണ്ടും പറയുന്നു, വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന വിശ്വാസം നിനക്കുണ്ടാവണം. വേദപുസ്തകം നാം വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ ഒരുപാട് ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. അബ്രഹാമിൻ്റെ വിശ്വാസം, ഈ അബ്രഹാമിനോട് പറയാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ സന്തതി ഒരു അനുഗ്രഹമായി തീരും, നിന്നിലൂടെ ഒരു ജനത അനുഗ്രഹിക്കപ്പെടും. പ്രവാചക പുസ്തകത്തിലും വിശ്വാസ ജീവിതത്തിലൊരു വാഗ്ദാനമുണ്ട്, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോമിസ് ഇല്ല. ഇത്തരത്തിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ഒരു ദർശനം വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത്. രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ തകർന്ന സ്വപ്നങ്ങളും തെറ്റായ കണക്കുകൂട്ടലുകളും പിളർക്കപ്പെട്ട ഹൃദയവും ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തമാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, തകർന്ന സ്വപ്നങ്ങളും തെറ്റായ കണക്കുകൂട്ടലുകളും പിളർക്കപ്പെട്ട ഹൃദയവും ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തമാണ്. നവോമി, രൂത്ത് എന്നിവരുടെ ദുഃഖത്തിൻ്റെ തീവ്രത ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം. 2 പേരുടെയും പേരിൻ്റെ അർത്ഥം ശ്രദ്ധേയമാണ്. യഹോവ രാജാവ് എന്ന്, ദൈവം രാജാവ് എന്ന് പറയും. നവോമി മധുരമായിരുന്നു, പക്ഷെ മാറായാണ്. മോവാബിലേക്കുള്ള യാത്ര, സമൃദ്ധിയുടെ ഭവനത്തിൽ നിന്നും അപ്പം തീർന്നപ്പോൾ പുതിയ മേച്ചിൽ തേടിപ്പോയ കുടുംബം, കുറച്ചുനാൾ പാർക്കുവാൻ പോയതാണ്. പട്ടിണി മാറുമ്പോൾ തിരിച്ചു വരാമെന്ന്. പക്ഷേ ദീർഘനാൾ ജീവിച്ചു. ഭർത്താവും 2 മക്കളും
മരണപ്പെട്ടു. ഒരു സ്വപ്നയാത്രയാണ്, പക്ഷേ പേടി സ്വപ്നമായി മാറിയ ഒരു യാത്ര. എല്ലാം തകർന്നപ്പോൾ ബെത്ലഹേമിലേക്ക് തിരിച്ച് എത്തി. കൂടെ ഒരു മോവാബിയ പെൺകുട്ടിയും മരുമകളും. എന്നാൽ ഈ നവോമി ബെത്ലഹേമിലെത്തിയപ്പോൾ പറയുകയാണ്, ഞാൻ മധുരമല്ല കയ്പാണ്. കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ മാറ ആകുന്നു. പക്ഷെ മരുമകൾ പറയുകയാണ്, അമ്മയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ മരുമകൾ പറയുകയാണ്, നീ എൻ്റെ ദൈവം, നീ പാർക്കുന്ന ഇടത്ത് ഞാനും പാർക്കും, നിന്റെ ദൈവം എൻ്റെ ദൈവം. ആഴമായ ബന്ധത്തിൽ രൂപപ്പെട്ട ഒരു ദൈവവിശ്വാസം. എന്തുകൊണ്ട് യേശു കർത്താവിൻ്റെ ജന്മ പാരമ്പര്യം അവകാശപ്പെടുവാൻ ഈ രൂത്തിന് സാധിച്ചു എന്ന് ചോദിച്ചാൽ, അവൾ കടന്നുപോയ മാറായുടെ അനുഭവത്തിൽ, സങ്കടങ്ങളിൽ അവളുടെ വിശ്വാസം പടുത്തുയർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റീകൺസ്ട്രക്റ്റ് യുവർ ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ നിന്റെ വിശ്വാസത്തെ പടുത്തുയർത്തിയാൽ നീ തകർന്നു പോകത്തില്ല, നീ ക്ഷീണിച്ചു പോകില്ല. ഇത് യിരെമ്യാവ് ഇസ്രായേൽ ജനതയോട് പറയുകയാണ്. പ്രൊഫസർ KP അപ്പൻ, അദ്ദേഹം വളരെ നാളുകൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകമാണ് മധുരം നിന്റെ ജീവിതം. മറിയയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, കന്യക ഗർഭിണിയായി, പക്ഷെ അവൾ പറയാണ്, നാഥ നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. കൃപ നിറഞ്ഞവൾ വിളമ്പിയത് ആഴമായ ദൈവ വിശ്വാസമാണ്. കൃപ നിറഞ്ഞവൾ വിളമ്പിയത് ആഴമായ വിശ്വാസമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ കനിവുള്ള സ്ത്രീയായി മാറിയത്, അവരെൻ്റെ വേദനകളെ കേൾക്കുവാൻ കഴിഞ്ഞത് അവളുടെ ആഴമായ ദൈവ വിശ്വാസം ആകുന്നു. ഞാൻ പറയട്ടെ, കൃപയുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ളൊരു വിശ്വാസം പ്രഖ്യാപിക്കുവാൻ കഴിയൂ. നല്ല വീഞ്ഞ് എവിടെ കിട്ടുമെന്ന് പറയുവാൻ വിശ്വാസത്തെ പിടുത്തമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, എല്ലാം നഷ്ടപ്പെട്ടു പോയാലും വിശ്വാസത്തെ പുനർനിർമ്മിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. വളരെ ഹൃദയഭാരത്തോടും ഭയത്തോടും ദൈവസന്നിധിയിൽ ഉയർത്തിയ ചോദ്യങ്ങൾ. പക്ഷേ ഹബക്കൂക്ക് പ്രവാചകന്റെ വിശ്വാസ ജീവിതത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല, ഒരു ഒലിവ് വൃക്ഷത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമാകും, നിലങ്ങൾ ആഹാരം വിളയിക്കില്ല, എങ്കിലും യഹോവയിൽ ആശ്രയിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയിൽ ആശ്രയിക്കുക, ഇത് വലിയ വിശ്വാസത്തിൻ്റെ ദർശനമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എൻ്റെ പിതാവിൻ്റെ സഹോദരൻ ഇപ്പോൾ 95 വയസ്സ് പ്രായമുണ്ട്. 70കളിൽ കുടിയേറ്റവുമായി ഈ ചിറ്റാറ് കഴിഞ്ഞ് കൊച്ചുപോയിക്കൽ എന്ന സ്ഥലത്ത് പോയത്. 7 മക്കളെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ സന്ധ്യാസമയത്ത്, അന്ന് പള്ളി ഒരെണ്ണമേ ഉള്ളൂ, കൊച്ചുപോയിക്കലെ പള്ളി മാത്രമേ ഉള്ളൂ. സന്ധ്യാസമയത്ത് നടന്നു പോകാൻ കഴിയുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നു. 90കളിൽ മൂത്ത മകൻ വിവാഹിതനായി, അവന് 3 കൊച്ചു പെൺകുഞ്ഞുങ്ങൾ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ഈ പിതാവിൻ്റെ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചില്ല. 2003 തൻ്റെ ഭാര്യ മരിച്ചു. ഒറ്റപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലേക്കൊക്കെ പോകാമായിരുന്നു. ഇളയ മകനും വിവാഹം കഴിച്ചു. 2017 ഈ മരുമകൾ അമ്മയ്ക്ക് സുഖമില്ല എന്ന് അറിഞ്ഞ് 17 വയസ്സ് പ്രായമുള്ള മകനെയും കൊണ്ട് സ്കൂട്ടറിൽ പോകുമ്പോൾ മൈലപ്രായിൽ വെച്ചൊരു ആക്സിഡൻറ്റിൽ മരിച്ചു. ഈ കഴിഞ്ഞ 25-ാം തീയതി ക്രിസ്മസിന് ഞാൻ അപ്പച്ചനെ കാണുവാൻ ചെന്നു. 95 വയസ്സ് പ്രായമുണ്ട്, മകനും കൊച്ചുമകനും. ഞാനവിടെ ചെല്ലുമ്പോൾ ഞാനല്ല പ്രാർത്ഥിക്കുന്ന, അപ്പച്ചനാ പ്രാർത്ഥിക്കും. എന്നെ പ്രാർത്ഥിച്ചായിരിക്കും. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവേ, ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്,
വിശ്വാസത്തിന് കോട്ടം സംഭവിക്കും. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദൈവമേ, തലമുറയ്ക്ക് കൊടുക്കുവാൻ ഞാൻ പോയാലും ഒരാളെ നീ ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ വിഷമതകളും പ്രതിസന്ധികളും വന്നപ്പോൾ തകർന്നു പോകാവുന്ന ഇടത്ത് വിശ്വാസത്തെ പടുത്തുയർത്തിയ, യേശു കർത്താവിലുള്ള വിശ്വാസത്തെ പടുത്തുയർത്തിയ അത്തിവൃക്ഷം തളിർക്കുകയില്ല, ഗോശാലയിൽ പശുക്കൾ ഉണ്ടാവുകയില്ല. പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ ദർശനത്തോട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ കൺവെൻഷൻ്റെ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ആരംഭം നല്ലതാണ്, ഒടുക്കവും ജീവിതവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇതിന് അവസരം നൽകിയ പ്രിയപ്പെട്ട അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനിയോടും ഭദ്രാസന അധ്യക്ഷൻ തിരുമേനിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം വൈകിപ്പോയെങ്കിൽ ദയവായി ക്ഷമിക്കണം.